between us. We live in different states, and yet she is the closest cousin that I have. She's closest to the sibling that I have, and I love her. Yes. There. Yes. Okay. Chalo. Continue. ഇപ്പൊ കുട്ടി കിട്ടുപറ്റിയാ അമ്മയുടെ ടെൻഷൻ ഒന്ന് വെളിപ്പെടുത്തി. എന്ത് ടെൻഷൻ? ഞങ്ങളുടെ കാശിൽ കല്യാണത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ധൃതി പെടുത്തിക്കൊണ്ടേ ഇരിക്കും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കിട്ടണേന്ന് പ്രാർത്ഥിക്കും. ദൈവത്തോട് രണ്ട് ദിവസത്തെ പരിപാടിയാണ്. നല്ലപോലെ കഴിയുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. അതെ, ഡ്രസ്സൊക്കെ ചെയ്തപ്പോൾ മുഖം നല്ല ചെറിയ കുട്ടിയെ പോലെ ഉണ്ട്. എനിക്കെപ്പോഴും ചെറിയ കുട്ടിയാണ് അവള്, എത്ര വയസ്സായാലും. പക്ഷെ ഇപ്പോൾ ഇന്ന് ചെറിയ കുട്ടിയെ പോലെ തന്നെ തോന്നുന്നുണ്ട്. പക്ഷെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു സങ്കടമുണ്ട് മനസ്സിരിക്കും. മാനവ്യാലകിം ചരാതടേ മാനവ്യാലകിം ചരാതടേ മർമ്മമില്ലതിൽ പേദനേ മനസാമനവ്യാലകിം ചരാതടേ മർമ്മമില്ലതിൽ പേദനേ മനസാമനവ്യാലകിം जायमानः अन्धाः केतुः उषसा मेति अग्रे भागं देवेभ्यः विदधाति आयन् प्रचन्द्रमाः तिरति दीर्घमायुः श्रेयो वसीयः आयत्सम्भूतं கன்னிகா பிரதானமாக செய்து தருகிறேன். பாணிகிரகணம் செய்து கொண்டு க்ஷேமமாயிருக்க ரெண்டு இயல்பை வாங்கிக்கும் க்ஷேமமாயிருக்க வேண்டுகிறேன். പാലമ്പഴം മനസാമനവ്യാലകിം ചരാതടേ.
काण्डमद कृष्टुदैभव गगनचारुदै कासि चौदगा कर्मकाण्डमद कृष्टुदैभव गगनचारुदै कासि चौदगा कलिमानवा തടേ മർമ്മമില്ലതിൽ പേദനെ മനസാമന വ്യാലക്കും ചരാതടേ. മൊഴിയൊന്നു ചൊല്ലി നിഴലൊന്നു തേടി ഹൃദയങ്ങൾ നിന്നു അരികെ ഉயிருള്ളിലെ ഉണ്മകൾ തുള്ളണ നെഞ്ചിലോളമുയരെ ഇനി എന്തിന് കണ്ണുകൾ ഇങ്ങനെ തമ്മിലെന്നു മകളെ പാതി വഴികളിൽ അകമറിയുകയാണോ ഇനിയും പറയാതൊരു കഥയാണോ ഇതു ഇതുവരെ അതിരിഴകളിലാരോ അനുരാഗമോഹരാജ്യമൊന്നു കാണുമിനിയോ തുണയിനിയാരോ നീയാണേ തുടരുകയാണോ പിന്നാലെ തളിരിടുവാനായി നേരുന്നലരും തെരുവിൽ തിരിയുന്നേ ഇനി മുഖവും കാണാതെ ദിനവും ഒന്നും മിണ്ടാതെ കഴിയാതെ അറിയാമ്പൽ വിടരുന്നേ അകമിന്നേ ഇന്ന് വിവാഹിതയാകുന്ന ഡോക്ടർ സൗമ്യ എനിക്ക് അവരുടെ സ്കൂൾ വിദ്യാഭ്യാസ കാലം മുതലേ അറിയാം. ഗായിക എന്നുള്ള രീതിയിൽ ചെമ്പൈ സംഗീതോത്സവ വേദിയിലൊക്കെ വന്ന് പാടാറുണ്ട്. അതിനു മുമ്പേ തന്നെ എൻ്റെ കുടുംബാംഗമായിട്ട് മാറി. എൻ്റെ സഹധർമ്മിണി സുഗുണയുടെ ബന്ധു കൂടിയാണ് അവർ. അങ്ങനെ സൗമ്യമാർന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ഗായിക വീണ്ടും ഒരു ബിഷഗുരയായി മാറി. ഇപ്പോൾ അവരുടെ വിവാഹമാണെന്ന് അവർക്ക് എല്ലാവിധ ആശംസകളും. സൗമ്യ വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ ചെറിയച്ഛൻ്റെ മോളാണ്. പിന്നെ അവൾ വളരെ ബോൾഡാണ്. എല്ലാ കാര്യത്തിലും നല്ല പോസിറ്റീവായിട്ടുള്ള എന്ത് നമ്മൾ ഡൗട്ട്സ് ചോദിച്ചാലും അപ്പോൾ തന്നെ അതിനുള്ള പോസിറ്റീവായിട്ടുള്ള ആൻസേഴ്സ് തരും. പിന്നെ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നൊരു വ്യക്തിയല്ല. ഞങ്ങൾ ബാക്കിയുള്ള കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ അവൾ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സോ അവൾക്ക് എൻ്റെ വിധ ആശംസ. സൗമ്യയുടെ വിവാഹം കൂടാനായിട്ട് വളരെ നാളുകളായി ആഗ്രഹിച്ചിരുന്നു. 3 ദിവസമായിട്ടൊരു ആഘോഷം തന്നെയാണ്. തീർച്ചയായിട്ടും സൗമ്യ ഒരു പേര് പോലെ തന്നെ വളരെ സൗമ്യമാണ് രോഗികളോടും എല്ലാവരോടും. ഇന്ന് രാംപ്രസാദും സൗമ്യയുടെയും ഭാവി ജീവിതം
ദൈവകടാക്ഷത്തിൽ നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ പ്രിയപ്പെട്ട സൗമ്യയ്ക്കും രാംപ്രസാദിനും എല്ലാവിധ ആശംസകൾ നേരുന്നു. സൗമ്യ എനിക്ക് സ്കൂൾ ടൈം മുതൽ അറിയാമെങ്കിലും വളരെ അടുത്ത പരിചയപ്പെട്ടത് 2 വർഷം മുമ്പ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്തത് പിന്നെയാണ്. പക്ഷേ 2 വർഷമായി അടുത്തറിയുന്നുണ്ടെങ്കിലും വളരെ കാലങ്ങളായിട്ട് അറിയുന്ന ഒരു പരിചയമാണ് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ. സൗമ്യ വളരെ നല്ലൊരു കുട്ടിയാണ്, വളരെ ലവിങ് ആണ്, വളരെ ഒരു ഫാമിലി പേഴ്സണാണ്. രാംപ്രസാദ് തികച്ചും ഒരു ഭാഗ്യവാനാണ് സൗമ്യ കിട്ടിയതിൽ. സൗമ്യയ്ക്ക് രാംപ്രസാദിനും എല്ലാവിധ ആശംസകളും നേരുന്നു. അവരുടെ വിവാഹ ജീവിതം ധന്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ സൗമ്യയുടെ വലിയച്ഛൻ്റെ മോളാണ്. സൗമ്യയുടെ ബോൾഡ്നെസ്, സ്മാർട്ട്നെസ് ആൻഡ് എല്ലാതും ഹെൽപ്പ് ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡ്, അതാണ് സൗമ്യനെ എടുത്തു കാണിക്കുന്ന ഒരു കാര്യം. പിന്നെ ഞങ്ങളുടെ ഫാമിലിയിൽ ഫസ്റ്റ് ഡോക്ടറാണ് അവൾ. ആൻഡ് MD ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ വി യൂസ് ടു എൻകറേജ് ഹെർ. സംടൈംസ് ഷീ ഗോസ് ഡൗൺ, ബട്ട് വി യൂസ് ടു എൻകറേജ് ഹെർ. And she has reached now great heights. Hats off to her and all the blessings to her. Hey Puna, paata podra. वैभोगमे लक्ष्मी कल्याण वैभोगमे वसुदेवदवपाल असुरकुलकाल शशिवदनरूपिणी सत्य
സത്യഭാമലോല ഗൗരി കല്യാണ വൈഭോഗമേ ലക്ഷ്മി കല്യാണ വൈഭോഗമേ കൊത്തോടവാളി മരം കൊണ്ട് വന്ന് നിരത്തി കോക്കുടയ പന്തലേക്ക് മേൽക്കാറ്റ് കാട്ടി ഗൗരി കല്യാണ വൈഭോഗമേ ലക്ഷ്മി കല്യാണ വൈഭോഗമേ നീ തനിയെ പൊരുളായി ഉയിരേ വാഴ ഉലകം കാൺക ആരോമൽ ചിരിയാൾ ബാലേ നറുമൊഴി നിറയു നീ അകമേ ബാലേ കണ്ണാൽ പൊഴിയുമേ കരുണയൊടു പെണ്ണാൾ കടലുകൾ കാതിൽ കുറുകുമേ അവൾ എഴുതുമോ മൽക്കുരലുകൾ നീളേ നിന്നളകങ്ങളിൽ പൂക്കും പൊൻപുലർവേളകൾ പൂക്കൊടി അൻപിൽ കളിയാടി ഇൻപം കുഴലൂതി നിറതിങ്കൾ കലപൂക്കും പെൺപൈതലിന്നാവേറുകൾ അൻപിൽ കളിയാടി ഇൻപം കുഴലൂതി നിന്നിൽ ചിറകാർന്നോരുണ്മതൻ വെൺപ്രാവുകൾ ചാരേ നിൻ ചുവടോർമകൾ ചായം പകരുന്നുവോ മാൻമിഴി റിമോ
பார்த்தேனோ மகிழ்வின் அளவை அறியேன் மகிழ்வின் அளவை அறியேன் மகிழ்வின் அளவை அறியேன் காலம் வலிந்தாலும் உன்னை நான் பொழுதும் மறவேன் என் கோலம் உதிர்ந்தாலும் உனது உணர்வில் உறைவேன் உடல் நீங்கி உயிர் போகும் பொழுதும் உனைத்தான் நினைவேன் ഞാൻ ജയകൃഷ്ണൻ, സൗമ്യയുടെ ചെറിയച്ഛനാണ്. ചെറുപ്പം മുതലേ ഞങ്ങൾ ആ ഒരു കോളേജ് സ്കൂൾ ടൈമിലൊക്കെ പലപ്പോഴും കാണാറുണ്ട്. ഞങ്ങൾ താമസിക്കുന്നത് ചെർപ്പളശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ നിന്നൊരു അരമണിക്കൂർ. അപ്പോൾ മിക്ക ഒക്കേഷനിലും ഞങ്ങൾ കാണാറുണ്ട്. അപ്പോൾ സൗമ്യ ഞങ്ങൾക്കൊക്കെ വളരെ എന്താ പറയുക ഒരു തീയിൽ കുരുത്തതെന്ന് പറയില്ലേ, അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അതായത് എല്ലാം വളരെ ബോൾഡായിട്ട് കാണാനും തീരുമാനങ്ങൾ എടുക്കാനും അതുപോലെ ഒരു ഫാമിലി എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂവിൽ റെസ്പോൺസിബിളായിട്ട് കാര്യങ്ങൾ കണ്ട് ചെയ്യാനും അമ്മയ്ക്കും അവരെ ബ്രദറിനൊക്കെ വളരെ ഒരു സ്ട്രെങ്ത്താണ് അവൾ. അപ്പോൾ പ്രത്യേകിച്ച് പറയാൻ തുടങ്ങുകയാണെങ്കിൽ അത് ഒരുപാടുണ്ട്. ഞങ്ങൾ ഒരു മൈസൂർ ട്രിപ്പ് അടിച്ച കുറേ ഓർമ്മകളുണ്ട്. പിന്നെ ശിരുവാണിയിൽ സൗമ്യയുടെ അച്ഛനും ഞാനും അവരുടെ ഫാമിലി, എൻ്റെ സിസ്റ്റർ എല്ലാം കൂടി ഞങ്ങളൊരു ടൂറൊക്കെ പോയി. അതുപോലെ ഓപ്പൺ ജീപ്പ് ഡ്രൈവൊക്കെ ഉണ്ടായി. രാത്രി വഴിയിൽ കാട്ടുപോത്തും ആനയൊക്കെ കണ്ട് പേടിച്ച് നിലവിളിച്ച്. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ നമുക്ക് ഒരു നല്ല കുറേ അനുഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ലൈഫിലൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ് ഇന്ന്. ഞങ്ങളൊക്കെ വളരെ ഹാപ്പിയാണ്. രാം പ്രസാദ്, അദ്ദേഹത്തിൻ്റെ ഫാമിലി, നമുക്കങ്ങനെ ഒരു പരിചയപ്പെടണം എന്ന് തോന്നാത്ത, വളരെ നേരത്തെ നമുക്ക് അറിയുന്ന പോലത്തെ മുഖങ്ങളാണ്. മാത്രമല്ല അവരുടെ വർത്തമാനം രീതികളും. കോഴിക്കോട് എന്ന് പറയുമ്പോൾ നമ്മളുടെ വളരെ ഈ ഒരു ചുറ്റുപാട് എന്നുള്ളൊരു ഫീൽ തന്നെയാണല്ലോ നമുക്ക്. ആ ഒരു ആംഗിളിൽ പറയുമ്പോൾ നമുക്ക് വളരെ ഹാപ്പിയാണ്. ആൻഡ് ഐ വിഷ് ബോത്ത് ഓഫ് ദം എ വെരി ഹാപ്പി മാരീഡ് ലൈഫ് ആൻഡ് വി ഓൾ വാണ്ട് ടു ബി വിത്ത് ദം ആൻഡ് വി വിൽ ഹാവ് മോർ സെലിബ്രേഷൻസ് ഇൻ ദ ഇയേഴ്സ് അഹെഡ്. താങ്ക് യു. ചേട്ടനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചേട്ടൻ അനിയൻ ബന്ധത്തെക്കാൾ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. പിന്നെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ കൂടെ ഗൈഡൻസ് ചെയ്യുന്ന ചേട്ടനാണ്. പിന്നെ ഒരു അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നും എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഭയങ്കര സപ്പോർട്ടാണ്. ഫസ്റ്റ് ഒപ്പീനിയൻ ചോദിക്കുന്നത് ചേട്ടൻ്റെ അടുത്ത് തന്നെയാണ്. ഇപ്പം ചേട്ടത്തമ്മയും വന്നു. അവർക്ക് നമ്മളെപ്പോലെ തന്നെ ഒരു പാർട്ട്ണർ. അവർക്ക് വെഡ്ഡിങ് വിഷസ് നേർന്നു. എൻ്റെ വല്യമ്മയുടെ മകനാണ് പ്രസാദ്. പക്ഷേ ഞാൻ സാധാരണ അങ്ങനെ വിളിക്കലില്ല. ഭയങ്കര അടുത്ത ഇതായതുകൊണ്ട് കുട്ടേട്ടാണെന്ന് വിളിക്കുന്നത്. അത് അവന് ഇഷ്ടമല്ല. എന്നിരുന്നാലും ഞാൻ വിളിക്കുമ്പോൾ അവനൊന്നും പറയാറില്ല. പിന്നെ നമ്മളെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ എവിടെയെങ്കിലും മലയുടെ അടുത്താണ്. അവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇവനാണ് ശല്യപ്പെടുത്തുക. പക്ഷേ വീട്ടിനറിയാതെ വിളിച്ചുകൊണ്ട് പോകുന്നത് ഇവനാണ്. അങ്ങനെ വല്യമ്മയുടെ മോനാണെന്നുള്ള വ്യത്യാസമൊന്നുമില്ല. എന്നാലും നല്ലൊരു സ്വന്തം ഏട്ടനെ പോലെ ഉള്ള ഒരു ഇതാണ്. നിറയെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഏതായാലും നല്ലൊരു വിഷസ് രണ്ടുപേർക്കും നേരുന്നുണ്ട്, ഏട്ടനും ഏട്ടത്തിയമ്മയ്ക്കും. താങ്ക് യു. പ്രസാദ് നല്ല അനുസരണയുള്ള കുട്ടിയാണ്. അച്ഛനും അമ്മയും കൂടപ്പുറപ്പ് ബ്രദറൊക്കെ ആകുമ്പോൾ അവന് നല്ല ജീവനാണ്. അവന് ഞങ്ങളെയൊക്കെ ഇഷ്ടമാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അവന്. എന്നുവെച്ചാൽ നല്ല എന്താ പറയുക, സ്ട്രെയിറ്റ് ഫോർവേഡാണ് എല്ലാ കാര്യത്തിലും. ആരെ പറ്റിയും കുറ്റം പറഞ്ഞാലൊന്നും
അങ്ങനെ പറഞ്ഞാലൊന്നും അത് ഇഷ്ടപ്പെടുന്ന ആളല്ല. നമ്മൾ കുറ്റം പറഞ്ഞാലും അവനതല്ല അങ്ങ് നല്ലതാണെന്ന് അങ്ങനെ പറയുള്ളൂ. നമ്മളങ്ങനെ പറയാൻ പാടില്ല അവന്. പെട്ടെന്ന് ചെറുപ്പക്കാലം ആലോചിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്ന എന്താ? കുസൃതിയാണ്, നല്ല കുസൃതിയായിരുന്നു. ആഹാരം കഴിക്കുകയില്ല ചെറുതിൽ. ഞാൻ ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കയ്യും വിരലും ഒക്കെ കടിച്ച് പറിക്കണം, അങ്ങനെ കഴിക്കൊന്നുമില്ല. പിന്നെ എനിക്ക് ഞങ്ങൾക്ക് ജോയിൻറ്റ് ഫാമിലി ആയതുകൊണ്ട് എല്ലാവരുമായിട്ട് ചെറിയച്ഛനും വലിയച്ഛനും ഞങ്ങളെ വീട്ടിലും അതുപോലെ 5-6 മക്കളാണ് ഞങ്ങൾ. അതുപോലെ അവരച്ഛൻ്റെ വീട്ടിലും അതുപോലെ ഒരുപാട് ആൾക്കാരാണ്, വലിയ കുടുംബമാണ്. അപ്പം എല്ലാവർക്കും അവനെ ഭയങ്കര ഇഷ്ടമാണ്. ആരോടും ഒരു ദേഷ്യം ഒരു വിരോധം അങ്ങനെയൊന്നുമില്ല അവന്. എല്ലാവരും അവനെ നല്ലൊരു രീതിയിലാണ് ഇതുവരെ കഴിഞ്ഞു വിടുന്നത്. മോളും നല്ല കുട്ടിയാണ്, നല്ല എന്താ വെച്ചാൽ അവളും അതുപോലെ സ്ട്രെയിറ്റ് ഫോർവേഡാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഇതുവരെ, അങ്ങനെയാണ്. എന്നോട് സംസാരിക്കുമ്പോഴൊക്കെ നല്ല രീതിയിലാണ് സംസാരിക്കുക. എൻ്റെ അമ്മേനെ പോലെ തന്നെ പ്രസാദിൻ്റെ അമ്മേനെ ഞാൻ കരുതുന്നു, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എത്രയോ പ്രാവശ്യം, അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് 2 അമ്മയാണ്. അങ്ങനെയൊക്കെ എപ്പോഴെപ്പോഴാണ് കാണുമ്പോഴൊക്കെ അടുത്ത് വന്നിരിക്കാൻ പറയും. ഫോട്ടോ എടുക്കുമ്പോഴേ എന്നെ അടുത്തടുത്ത് വിളിച്ചുകൊണ്ടേ ഇരിക്കുക. എനിക്ക് തിരക്കിൽ പറ്റൂലല്ലോ, ഞങ്ങളുടെ ആൾക്കാർ വരുമ്പം പിന്നെ എനിക്ക് അങ്ങോട്ട് പോകണ്ടേ, അങ്ങനത്തെ ഒരു ഇതാണ്. വേറെ ഒരു ഇതൊന്നുമില്ല. പ്രസാദിനെ അവൾ ഭയങ്കര ഇഷ്ടമാണ്. സൗമ്യയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രസാദിന്, അതുപോലെ തന്നെ പ്രസാദിന്. രണ്ടുപേർക്കും നല്ലൊരു വിശ്വാസം പറഞ്ഞേ. രണ്ടാക്കും എന്താ പറയുക, നല്ല കല്യാണ ജീവിതം, കല്യാണം കഴിഞ്ഞു. ഇനി അവർ ലൈഫ് നല്ലപോലെ സന്തോഷമായിട്ടിരിക്കണം, അതാണ് എനിക്ക് വേണ്ടത്. ഇതുവരെ ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടി, അതുപോലെ ബാക്കിയുള്ള അവരെ ലൈഫിലും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കിട്ടും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പാണ്. വെഡ്ഡിങ് എനിക്ക് വളരെയധികം എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു കാര്യമായിരുന്നു. പിന്നെ ഞങ്ങളെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതോടുകൂടി ഞങ്ങൾക്ക് വളരെയധികം കംഫർട്ടബിളായിട്ട് തോന്നുകയും ഞങ്ങളത് വളരെയധികം നല്ല രീതിയിൽ തന്നെ ഓർഗനൈസ് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് വരികയും ചെയ്തു. ഞങ്ങളെ പല കാര്യങ്ങൾക്കും വീട്ടുകാർ ഞങ്ങൾക്ക് വളരെയധികം സപ്പോർട്ടീവായിരുന്നു. പിന്നെ എല്ലാ ഫാമിലി മെമ്പേഴ്സും ഞങ്ങൾക്ക് വളരെയധികം സപ്പോർട്ട് തരികയും സൗമ്യമായിട്ട് സംസാരിക്കുമ്പോൾ ആൾ വളരെയധികം പോസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഗുഡ് ക്വാളിറ്റി തന്നെ പല കാര്യങ്ങളും എനിക്ക് ചെയ്യുന്നതിന് ഭയങ്കര ടെൻഷൻ ഫ്രീ ആയിരുന്നു. പിന്നെ ആൾ വളരെ നല്ലൊരു കലാകാരി കൂടിയാണ്. ഡാൻസ്, പാട്ട്, പോയം എല്ലാം എഴുതുന്നതിലും എല്ലാ ഫങ്ഷൻസ് ഓർഗനൈസ് ചെയ്യുന്നതിലും നല്ല എക്സ്പേർട്ട് ആയിരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഗുഡ് ക്വാളിറ്റി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു. പിന്നെ സൗമ്യ ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സായിട്ട് വളരെയധികം മിങ്കിളാവുകയും എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇടപഴകുകയും ചെയ്യുന്നിരുന്നു. ഇതുവരെ പല കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്കായിരുന്നു എനിക്ക് ഡിസൈഡ് ചെയ്യേണ്ടിയിരുന്നത്. ഇനി മുതൽ എൻ്റെ കൂടെ ഒരാളുള്ളത് കൊണ്ട് തന്നെ ഞാൻ വളരെയധികം ടെൻഷൻ ഫ്രീ ആണ്, വളരെ ഹാപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ച് പല തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി സർവൈശ്വര്യങ്ങളുണ്ടാകാൻ വേണ്ടി ഈശ്വരൻ ഞങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. Finally, my dream has come true. 4 months before I met him, it was actually a arranged come love marriage. Ours was a proper matrimony-based marriage proposal. But in these 4 months, I found a different person in him, whom I can trust and whom I can travel with throughout my whole life. And I think my mom will be more happier today than anyone else in this world, because I am the precious daughter for her, and this marriage was her expectations, not since months like me but for years. And today I could see that happiness in her face. And now my mom used to say from the day I met Ram Prasad that she got a son through him. இருந்தேனோ
മാധവ മാമവദേവ കൃഷ്ണ യാദവ കൃഷ്ണ യദുകുല കൃഷ്ണ മാധവ മാമവദേവ കൃഷ്ണ என்னை பாட சொன்னால் என்ன பாட தோன்றும் என்ன பாட தோன்றும் சூப்பர் அவளுக்கு என்ன அம்பா சமுத்திர ஐயரு கோத்தரு அல்வா மாதிரி தாழம் பூவென தளவேன வந்தா வந்தா பாரு அவளுக்கு என்ன ஆன்மா குறிச்சி எழுதிய பேரில் அருவா மாதிரி பரமாக பர வந்தா வந்தா பாரு கும்மி ஆடி கும்மியாடியோ குத்து வள தத்தம் போடு கும்மியாடியோ சுந்தர நீயும் சுந்தரி ஞானம் சேர்ந்திருந்தால் திருவோணம் கையில் கையும் வச்சு கண்ணில் கண்ணும் வச்சு நெஞ்சின் மங்கள் கொண்டு சேரும் நேரம் சுந்தரி நீயும் சுந்தர ஞானம் சேர்ந்திருந்தால் திருவோணம் கேட்டபடி கண்ணன் வந்தான் கேள்வியிலே பதிலாக கண்ணன் வந்தான் தர்மம் என்னும் தீரிலேறி கண்ணன் வந்தான் காலாதன்யனாத கண்ணன் வந்தான் கண்ணன் வந்தான் மாய கண்ணன் வந்தான் கண்ணன் வந்தானகே கண்ணன் வந்தான் பாட்டு यादव कृष्ण यदुकुल कृष्ण माधव मामवदेव कृष्ण यादव कृष्ण यदुकुल कृष्ण माधव मामवदेव